ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സ്മാർട്ട് സെക്യൂരിറ്റി സിസ്റ്റംസിന് പവർ കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കും, അല്ലെങ്കിൽ ഇത് ഹാക്ക് ചെയ്യാൻ പറ്റും? പലരുടെയും ഒരു ചോദ്യമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു 4 പോയിന്റ് ഞാൻ പറയാം. സ്മാർട്ട് സെക്യൂരിറ്റി സിസ്റ്റംസിന് യൂസ് ചെയ്യുക, അതായത് സെക്യൂരിറ്റി ക്യാമറാസിലൊക്കെ ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നതിലൊക്കെ ബാറ്ററി ബാക്കപ്പോട് കൂടിയിട്ടാണ് വരുന്നത്. അത് നമ്മൾ ചെക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. ഇല്ല, ബാറ്ററി ബാക്കപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലൊരു ഇൻവെർട്ടർ ബാക്കപ്പ് അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പവർ ഫെയിലിയർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിവൈസിൻ്റെ റെക്കോർഡിങ് മുടങ്ങുമോ അല്ലെങ്കിൽ സെക്യൂരിറ്റി കുറയുമോ എന്നുള്ളൊരു പേടി ഒഴിവാക്കാം. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ വൈഫൈ ഇല്ല വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു ലോക്കൽ സ്റ്റോറേജ് പെൻഡ്രൈവോ മെമ്മറി കാർഡോ ഒക്കെ ഇടാനുള്ളൊരു ടൈപ്പ്, അല്ലെങ്കിൽ അതിലൊരു ഹാർഡ് ഡിസ്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ടൈപ്പ് സിസ്റ്റംസാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇൻ്റർനെറ്റ് ഇല്ലെങ്കിലും നമുക്കതിൻ്റെ റെക്കോർഡിങ് കറക്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കും. പിന്നെ ഹാക്കിങ്ങിൽ നിന്ന് സേഫ് ആക്കാനായിട്ട് നമ്മൾ സ്ട്രോങ് പാസ്വേഡ് ഉപയോഗിക്കുക. പാസ്വേഡ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളൊരു മിനിമം ഒരു 3 മാസം ഇങ്ങനെ കൂടുമ്പോൾ സെക്യൂരിറ്റി ക്യാമറാസിൻ്റെ പാസ്വേഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ കമ്പനീസിൻ്റെ അപ്ഡേറ്റ്സ് വരുന്നതൊക്കെ റെഗുലറായിട്ട് ആപ്പിലൊക്കെ ത്രൂ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ കുറച്ച് ട്രസ്റ്റഡ് ആയിട്ടുള്ള ബ്രാൻഡുകൾ മേടിക്കുക, അങ്ങനെയാണ്. പിന്നെ നാലാമതൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 സ്റ്റെപ്പ് ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ OTP വെരിഫിക്കേഷനൊക്കെ 2 സ്റ്റെപ്പ് ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഡിസ്കണക്റ്റഡായി കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ OTP വേണ്ടി വരും. അങ്ങനെയുള്ള 2 സ്റ്റെപ്പ് ഓതൻറ്റിക്കേഷൻ ഈ സ്മാർട്ട് ഹോം സൊല്യൂഷൻസിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഉള്ളൊരു സെക്യൂരിറ്റി ലെവലൊക്കെ പ്രോബ്ലംസൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ സ്മാർട്ട് ഹോംസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴത്തെ സ്മാർട്ട് ഹോം എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. താങ്ക് യു.